ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന 6.5 എന്ന് പറയുന്ന സെക്ഷനിലെ ലെമ്മ 13 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൽ ഒരു തിയറം കൂടി നമുക്ക് റിമെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. തിയറം 14. തിയറം 14 എന്താ പറയുന്നത്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ലെറ്റ് എഫ് ബി ഇൻ്റഗ്രബിൾ ഓവർ ദി ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബി. Then d by dx of integral a to x f equal to f of x for almost all x belongs to open interval ab. സോറി, എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനോട് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ പ്രൂഫും ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എ ടു എക്സ്, നമ്മുടെ കയ്യിലുള്ള ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഇല്ലേ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്യാപിറ്റൽ എഫ് ഓ എക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഡിഫൈൻ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് കിട്ടി? ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ആണ്. അപ്പോൾ ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ, കാരണം എക്സ് അപ്പർ ലിമിറ്റ് വേരി ചെയ്യല്ലേ, അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ആൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി? ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാന്ന് കിട്ടി. അപ്പോൾ ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എഫ്, അതായത് ക്ലോസ്ഡും ബൗണ്ടഡുമായിട്ട് ഉള്ള ഇൻ്റർവെല്ലിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയിരിക്കും, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയിരിക്കും. അത് ലീഫ് ആൻഡ് ലീഫ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ തിയറം 11 പ്രകാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താന്ന് പറയാൻ പറ്റും? നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് absolutely continuous on closed interval എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താന്ന് പറഞ്ഞു? നമ്മൾ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ തിയറം 10, നമ്മുടെ തിയറം 10ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. തിയറം 10 എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ തിയറം 10ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു പറഞ്ഞത്? എഫ് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് function. F is absolutely continuous function on closed interval AB, closed and bounded interval AB. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് is integrable over closed interval AB, and integral a to b f dash is equal to
എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ്. ഇതായിരുന്നു നമ്മുടെ തിയറം 10ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എഫ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ എഫ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആണ് എങ്കിൽ എഫ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും, എഫ് ഡാഷ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷിൻ്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ത് പറയും നമ്മൾ? ഈ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാപിറ്റൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയാം. ക്യാപിറ്റൽ എഫ് ഡാഷ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലിയർ ആയോ? നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇത്രയും കാര്യങ്ങൾ പറയാം. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഡാഷ് ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ എഫ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ആണ്. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി എഫ് ബൈ ഡി എക്സ്. ഇതെന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എഫ് ഡാഷ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് ഡാഷ് ഇൻ്റഗ്രബിൾ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ഡാഷിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആണെന്നാ? എഫ് ഡാഷ് എന്ന് പറയുന്നത് ഈ സാധനമല്ലേ, ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു എഫ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഡാഷ് മൈനസ് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ, ഒരു ഫംഗ്ഷൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും 0 ആണെന്ന് കാണിക്കാൻ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് കാണിച്ചാൽ മതി. അതൊരു ഈഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ് അല്ലേ. എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻ്റഗ്രൽ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ. അപ്പം നമുക്ക് എഫ് ഡാഷ് ഈക്വൽ ടു എഫ് എന്നാണ് കിട്ടണ്ടേ. എഫ് ഡാഷ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടാൻ എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ മതി. എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കാണിക്കാൻ എന്ത് കാണിച്ചാൽ മതി? നമ്മൾ ഇൻ്റഗ്രൽ എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് കാണിച്ചാൽ മതി. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡാഷ് മൈനസ് എഫ് 0 അന്ന് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണല്ലോ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ എന്ത് ചെയ്തു? നമ്മൾ പോയിന്റുകളെ, ഒരുപാട് പോയിന്റുകളുണ്ടല്ലോ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ ഉള്ളിലെ പോയിന്റുകളായിട്ട് എടുത്തു. നമ്മൾ എന്തിനെ? x1 x2, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു x1, x2 ആർബിട്രറി ആയിട്ടുള്ള പോയിന്റുകളായിട്ട് എടുത്തു. അത് എ ബിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ x1 ടു x2 എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബിയിലും ഇത് 0 എന്ന് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ x1 ടു x2 എഫ് ഡാഷ് മൈനസ് ഇൻ്റഗ്രൽ x1 ടു x2 സ്മോൾ എഫ് എന്ന് എഴുതി. ഇനി എഫ് നമ്മളെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പോൾ ഇൻ്റഗ്രൽ x1 ടു x2 ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് x2 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് x1 ആണ്. മൈനസ് ഇൻ്റഗ്രൽ എന്തെന്ന് കിട്ടി? x1 ടു x2 എഫ് എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് x2, എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? ക്യാപിറ്റൽ, നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇൻ്റഗ്രൽ എ ടു എക്സ് സ്മോൾ എഫ് ആണ് അല്ലേ. അപ്പം അത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് x2 വരെ അത് കൊടുത്താൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എ ടു x2 എഫ്
മൈനസ് ഇൻ്റഗ്രൽ എ ടു എക്സ് വൺ എഫ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ്. അപ്പം നിങ്ങൾ നോക്കുക, ഇതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട മക്കളെ, ഇൻ്റഗ്രൽ എവിടെ നിന്ന് എവിടെ വരെ ചെയ്യുന്നത്? അതായത് ഇൻ്റഗ്രൽ ഇതാണ് നമ്മുടെ എ മുതൽ എക്സ് ടു വരെ മൈനസ് ചെയ്യണം എവിടെ വരെയുള്ളത്? എ മുതൽ എക്സ് വൺ വരെയുള്ള ഇത് മൈനസ് ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടുക? എക്സ് വൺ ടു എക്സ് ടു. അപ്പോൾ ഈ രണ്ട് ടേം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ്. ഇതെന്താന്ന് കിട്ടി? ഈക്വൽ ടു 0. അതായത് ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? എഫ് ഓഫ് ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ. എഫ് ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് എന്ത് കിട്ടും? എഫ് ഡാഷ് ഈക്വൽ ടു എഫ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? ഡി ബൈ ഡി എക്സ് ഓഫ് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത സെക്ഷനാണ് 6.6 കോൺവെക്സ് ഫങ്ഷൻസ്. കോൺവെക്സ് ഫങ്ഷൻസ്. കോൺവെക്സ് ഫങ്ഷൻസിന്റെ ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഇനി നമ്മൾ പറയുന്നതൊക്കെ ഓപ്പൺ ഇൻ്റർവൽ ആയിരിക്കും കേട്ടോ. ഓപ്പൺ ഇൻ്റർവൽ എ ബി ഇസ് സെഡ് ടു ബി കോൺവെക്സ് provided for each pair of points x1, x2 in open interval AB and each lambda with 0 less than or equal to lambda less than or equal to 1 phi of lambda x1 plus 1 minus lambda x2 less than or equal to lambda into phi of x1 plus 1 minus lambda into phi of x2. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനുകളെ ആണ് നമ്മൾ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ ഇൻ്റർവൽ എ ബി എടുത്താൽ അതിലെ ഏത് രണ്ട് പെയർ ഓഫ് പോയിന്റ്സ് എടുത്താലും ഈ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ജോമെട്രിക്കലി കോൺവെക്സ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, നമുക്കൊരു രണ്ട് പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എക്സ് വണ്ണും ഫൈ ഓഫ് എക്സ് വണ്ണും, അതേപോലെ എക്സ് ടു ഫൈ ഓഫ് എക്സ് ടു. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക നമ്മൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരച്ചു. നമ്മളൊരു ഗ്രാഫ് വരച്ചു. ഇത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് വിചാരിച്ചു. ഇത് കോൺവെക്സ് ആണെങ്കിൽ ഈ രണ്ട് പോയിന്റ് ഇതാന്ന് വിചാരിച്ചു, നമ്മുടെ എക്സ് വൺ ഫൈ ഓഫ് എക്സ് വൺ, ഇതാണ് നമ്മുടെ എക്സ് ടു ഫൈ ഓഫ് എക്സ് ടു. അപ്പോൾ ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതല്ലേ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് രണ്ട് പോയിന്റ് എടുത്താലും അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയായിരിക്കണം ഗ്രാഫ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നതെങ്കിൽ ആണ് നമ്മൾ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാം? കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, ഇതൊക്കെ കോൺവെക്സ് ഫംഗ്ഷൻ്റെ
എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ജോമെട്രിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുക. x1 ഫൈവ് ഓഫ് x1, x2 ഫൈവ് ഓഫ് x2. ഈ 2 പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെ ആയിരിക്കണം നമ്മുടെ കർവ്, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ കോൺവെക്സ് ആണ്. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. എക്സ് ആയിട്ട് എന്തെടുത്തു നമ്മൾ? ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 എടുത്തു. ഇനി നമ്മൾ ലാംഡ എന്താന്ന് പറയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ലാംഡ x1 മൈനസ് x2 മൈനസ് ലാംഡ x2 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? x മൈനസ് x2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് മൈനസ് ആണോ? മൈനസ് x2 മൈനസ് ലാംഡ x2 1 മൈനസ് അല്ലേ. സോ ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇതിങ്ങോട്ട് വരുമ്പോൾ എക്സ് മൈനസ് x2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു x1 മൈനസ് x2 എന്ന് വരും. അപ്പോൾ ലാംഡ ആയിട്ട് എന്ത് കിട്ടും നമുക്ക്? ലാംഡ ഈക്വൽ ടു എക്സ് മൈനസ് x2 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷനിൽ ലാംഡ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ആണെങ്കിൽ ലാംഡയിലെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞു? എക്സ് മൈനസ് x2 ബൈ x1 മൈനസ് x2. ക്ലിയർ ആയോ? ഫൈ എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ഫംഗ്ഷനാണ്. ഫൈയിലെ എക്സ് എന്ന് പറയുന്നത് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എക്സ് മൈനസ് x2 ബൈ x1. x1 മൈനസ് x2. ഇനി നേരെ തിരിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അതാണ് ഇവിടെ എഴുതിയിട്ടില്ല. ഇനി നമ്മുടെ ഈ നമുക്ക് ഫൈ ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണല്ലേ. അപ്പോൾ കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഫൈ ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x2. അപ്പോൾ ഇതിൽ നമ്മൾ ലാംഡയ്ക്ക് പകരം നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അതായത് നമുക്ക് ഫൈ ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x2. ഇതിൽ നമ്മുടെ ലാംഡേൻ്റെ വാല്യൂ എന്തായിരുന്നു? x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1. ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എക്സിനോട് ഈക്വലാണ്. അപ്പോൾ അതിവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈ ഓഫ് എക്സിനെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആണല്ലേ. അപ്പോൾ ദിസ് ഈസ് ഫൈ ഓഫ് എക്സ് എന്താണെന്ന് കിട്ടി? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1 ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് x2 മൈനസ് എക്സ് ബൈ x2 മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് x2 എന്ന് വരും ഈ ടേം. ഇനി എന്ത് ചെയ്തു? നമ്മൾ ഇത് എന്തിനോട് ഇക്കല്ല? ഈ ടേം അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് x2 മൈനസ് എന്ത് കിട്ടും? അപ്പോൾ x2 മൈനസ് x1 മൈനസ് x2 പ്ലസ് എക്സ് എന്ന് വരും ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? x2 പോയിട്ട് എക്സ് മൈനസ് x1 എന്ന് കിട്ടില്ലോ. അപ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് x1 ബൈ ഡിനോമിനേറ്ററിൽ x2 മൈനസ് x1 വരും. ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്ററിൽ x2 മൈനസ് x1 കോമൺ ആണല്ലേ. അപ്പം നമുക്ക് ആ x2 മൈനസ് x1നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് x2 മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് x1 പ്ലസ് എക്സ് മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് x2.
ഇനി നമ്മൾ ഈ ടേം ഇവിടെ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ടേമിൻ്റെ ഉള്ളിൽ ഒരു എക്സിനെ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സിനെ സബ്സ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായി മാറും, നമുക്ക് x2 മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു ഫൈവ് ഓഫ് എക്സ്. ഇതിനെ രണ്ട് ടേം ആക്കിയിട്ട് ഫൈവ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി x2 മൈനസ് എക്സിൻ്റെ ടേമുകൾ ഒരു സ്ഥലത്തും എക്സ് മൈനസ് എക്സ് വണ്ണിൻ്റെ ടേമുകൾ വേറെ സ്ഥലത്തും വെച്ചു. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, ഫൈവ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് എക്സ് വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് ടു മൈനസ് ഫൈവ് ഓഫ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ്. അതായത് നമ്മളിപ്പോൾ ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഫൈ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ, സോറി ഓപ്പൺ ഇൻ്റർവെല്ലാണ് കോൺവെക്സിന് പറയാം. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കോൺവെക്സ് ആണെന്ന് പറയാൻ ഏതൊരു എക്സ് വൺ എക്സ് ടു ഇതിൻ്റെ ഉള്ളിൽ എടുത്താലും എപ്പോഴും ഫൈവ് ഓഫ് എക്സ് മൈനസ് ഫൈവ് ഓഫ് എക്സ് വൺ ബൈ എക്സ് വൺ എക്സ് മൈനസ് എക്സ് വൺ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് ടു മൈനസ് ഫൈവ് ഓഫ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ശരിക്കും ഇതെന്ന് പറയുന്നത് എന്താ, നമ്മൾ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് എന്താ, സ്ലോപ്പാണ് അല്ലേ. അതായത് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഇത് നോക്ക്, ഇതെന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് എന്ന് പറയുന്ന പോയിൻറ്റിൻ സോറി എക്സ് കോമ ഫൈവ് ഓഫ് എക്സ് എക്സ് വൺ കോമ ഫൈവ് ഓഫ് എക്സ് വണ്ണിൻ്റെ സ്ലോപ്പാണ്. ഇതെന്ന് പറയുന്നത് എക്സ് കോമ ഫൈവ് ഓഫ് എക്സ് എക്സ് ടു കോമ ഇതിൻ്റെ സ്ലോപ്പാണ്. അതായത് അത് ഓൾറെഡി, പിന്നെ ഇതാണ് നമ്മുടെ എക്സ് വൺ, ഇതാണ് നമ്മുടെ എക്സ് ടു. അപ്പോൾ നമ്മുടെ കർവില്ലേ, നമ്മുടെ കോൺവെക്സ് ഫംഗ്ഷൻ്റെ കർവ്, അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇനീക്വാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ, അതായത് റൈറ്റിലേക്ക് പോകുന്തോറും സ്ലോപ്പ് കൂടിക്കൂടി വരും. കോൺവെക്സ് ഫംഗ്ഷൻ നമ്മൾ റൈറ്റിലേക്ക് പോകുന്തോറും ഫംഗ്ഷൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് വരും, കൂടിക്കൂടി വരും. അതാണ് ജോമെട്രിക്കലി മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫൈ കോൺവെക്സ് ആണെങ്കിൽ ഫൈ എന്താണെങ്കിലും ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് കണ്ടോ, കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഒരു പോയിൻ്റൊക്കെയാണ് കേട്ടോ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ കോൺവെക്സിൻ്റെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഫൈ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഏതൊരു എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന ഇൻ്റർവെൽ അതിലെടുത്താലും ആ പെർട്ടിക്കുലർ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ്റെ ജോമെട്രിക് മീനിങ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾ എടുത്തു, എക്സ് വൺ ഫൈവ് ഓഫ് എക്സ് വൺ എക്സ് ടു ഫൈവ് ഓഫ് എക്സ് ടു എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയായിരിക്കും ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിലെ കേവ് പോയിൻറ്റ്സ് എന്ന് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന് ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്തു വന്നപ്പോൾ മനസ്സിലായി, ഒരു ഫംഗ്ഷൻ കോൺവെക്സ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും സ്ലോപ്പ് എന്ന് പറയുന്നത് കൂടിക്കൂടി വരും. ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. കോൺവെക്സ് ആണോ എന്ന് നോക്കാൻ മുമ്പ് പറഞ്ഞ ഈ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലും മതി. ആ ഡെഫിനിഷനിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ നമ്മൾ നോക്കിയാലും എന്ത് പറഞ്ഞു, കോൺവെക്സിറ്റി പ്രൂവ് ചെയ്യാം. കോൺവെക്സിന് എക്സാമ്പിളാണ് ഇ റേസ് ടു എക്സ്, എക്സ് സ്ക്വയർ ഒക്കെ. നിങ്ങൾക്ക് ഗ്രാഫ് അറിയുമെങ്കിൽ ജസ്റ്റ് വരച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ലോഗ് എക്സ് എടുത്തു, രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാ. ഇതിൻ്റെ താഴെയാണോ ഈ ഗ്രാഫ് വരുന്നതല്ല, മേളിലാണ് വരുന്നത്. അപ്പോൾ ലോഗ് എക്സ് എന്തല്ല, കോൺവെക്സ് അല്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നേ. അടുത്തത് പ്രൊപ്പോസിഷൻ 15 ആണ് കേട്ടോ. പ്രൊപ്പോസിഷൻ 15 പറയുന്നത് ഇഫ് ഫൈ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി and its derivative phi dash is increasing, then phi is convex. In particular, phi is convex, it has a non-negative second derivative. ഇത്രയും കാര്യങ്ങളാണ് പ്രൊപ്പോസിഷൻ പറയുന്നത്. അതായത്
ഫൈ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻക്രീസിങ്ങും ആണ്. ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻക്രീസിങ്ങും ആണെങ്കിൽ ആ ഫംഗ്ഷൻ കോൺവെക്സ് ആയിരിക്കും. കൂടാതെ ഫംഗ്ഷൻ കോൺവെക്സ് ആണ് എങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അത് അങ്ങനെയാണ്. ഇതിവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ നെഗറ്റീവാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുത്തു? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലെ, അപ്പോൾ നമുക്ക് കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ ഡെഫിനിഷനിൽ ഇല്ലെങ്കിൽ ഏത് കാണിച്ചാൽ മതി? നമ്മളിപ്പോൾ എഴുതിയത് ആ സ്ലോപ്പ് ഇൻക്രീസിങ് ആണെന്നുള്ളത് കാണിച്ചാൽ മതി. അതായത് ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ടു മൈനസ് ഫൈ ഓഫ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ്. അപ്പോൾ കോൺവെക്സ് ആണെന്ന് കാണിക്കാൻ ഈ ഒരു കണ്ടീഷൻ കാണിച്ചാലും മതി. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഫൈ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് അറിയാലോ. അപ്പോൾ പിന്നെ ഫൈ ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം. അപ്പോൾ എൻ്റെ മക്കളെ നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുക. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനൊക്കെ കണ്ടിന്യൂസും ആണല്ലോ. അപ്പോൾ ഫൈ കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിളും ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ നമ്മുടെ മീൻ വാല്യൂ തിയറം പ്രകാരം എന്തുണ്ടാവും? ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? മീൻ വാല്യൂ തിയറം എങ്ങനെയായിരുന്നു എപ്പോഴും എഴുതാം? എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഇതല്ലേ നമ്മുടെ മീൻ വാല്യൂ തിയറം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സ് കോമ എക്സ് വണ്ണും പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ് വൺ കോമ എക്സും ഒരു എക്സ് കോമ എക്സ് ടു, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സി വണ്ണും ഇതിൻ്റെ ഇടയിൽ എന്തും കണ്ടുപിടിക്കാൻ പറ്റും? ഒരു സി ടു ഫംഗ്ഷൻ ഇതിലും ഡിഫറൻഷ്യബിൾ ആണ്, ഇതിലും ഡിഫറൻഷ്യബിൾ ആണ്. കാരണം ത്രൂ ഔട്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു സി വൺ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഫൈ ഡാഷ് ഓഫ് സി വൺ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ. മീൻ വാല്യൂ തിയറം ആണ്. അതേപോലെ ഇവിടെയും സി വൺ കണ്ടുപിടിക്കാൻ പറ്റും. ഫൈ ഡാഷ് ഓഫ് സി ടു ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ടു മൈനസ് ഫൈ ഓഫ് എക്സ് ബൈ എക്സ് ടു മൈനസ് എക്സ്. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഫൈ ഡാഷ് എന്താണ്? ഇൻക്രീസിങ് ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് സി വൺ, അപ്പോൾ സി വൺ കിട്ടുന്നത് ഈ പോയിന്റിലാണ്, എക്സ് വൺ കോമ എക്സ്. സി ടു കിട്ടുന്നത് ഏതിൻ്റെ ഉള്ളിലാണ്? ഈ എക്സ് കോമ എക്സ് ടു. ഇവിടെയാണ് സി വൺ, ഇതിൻ്റെ ഉള്ളിലാണ് സി ടു. ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെന്ന് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ ഇൻക്രീസിങ് ആണെങ്കിൽ ഫൈ ഡാഷ് ഓഫ് സി വൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് സി ടു ആയിരിക്കും. ഫൈ ഡാഷ് ഓഫ് സി വൺ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് എക്സ് വൺ ബൈ എക്സ് മൈനസ് എക്സ് വൺ. So this is less than or equal to phi dash of C2, that is phi of x2 minus phi of x by x2 minus x. അപ്പോൾ this is less than or equal to this. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റി? ഫൈ ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റി. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, അപ്പോൾ നമുക്കറിയാം ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണല്ലേ. ഒരു ഫംഗ്ഷൻ എഫ് ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്കറിയാം എഫ് ഡാഷ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം നമുക്കിവിടെ തന്നിട്ട് ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണ്. ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ എപ്പോഴും ഫൈ ഡബിൾ ഡാഷ് എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? ഫൈ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നോക്കിയേ, അപ്പോൾ കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അത് നിങ്ങൾ ഈ തിയറത്തിൽ പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തിയറം ഇത്രയും പ്രൂവ് ചെയ്താൽ മതി. ഇത് നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൺവെക്സ് ആണോ എന്ന് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ.
ഓപ്പൺ ഇൻ്റർവൽ 0 ∞. അപ്പോൾ ഇത് കോൺവെക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5' ചെയ്തു 2x 5 2. ഇതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ്? ഈ പറയുന്ന എല്ലാ ഇൻ്റർവെല്ലിലും എന്താണ്? കോൺവെക്സ് ആണ്. ഇനി e⁻x നോക്കി. e⁻xൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ e⁻x ആണല്ലേ? e⁻xൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. e⁻x എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അത് ഈക്വൽ ടു 0 -∞ മാത്രമേ ആവുള്ളൂ. അപ്പോൾ e⁻x എന്താണ്? ഒരു കോൺവെക്സ് ഫംഗ്ഷന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ.